ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള 3 പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി പാല് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചൈന ഗ്രാസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം എന്നുള്ളതാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ ചൈന ഗ്രാസുമൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള ഇളനീരൊക്കെ എടുത്തിട്ട് നമ്മൾ അരച്ച് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചൈന ഗ്രാസിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പാല് മാറ്റി വെച്ചില്ലേ, ആ പാലിലേക്ക് ഈ ചൈന ഗ്രാസിൻ്റെ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ 3 പുഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് 3 ഭാഗം കറക്റ്റ് 3 അളവിൽ നമ്മൾ 3 പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ ഇളനീരൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ച് സെറ്റാക്കി വെച്ചതുണ്ടല്ലോ, അപ്പോൾ അത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരച്ചത് റെഡി ആയണോ അതിൽ അരയാത്തത് ഉണ്ടോ എന്നൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. അടുത്ത് നമ്മൾ ബൂസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 3 ഭാഗങ്ങളാക്കി മാറ്റി വെച്ചില്ലേ, അതിൽ ഒന്നിലേക്ക് ഈ ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റാക്കാൻ വെക്കാം. നമ്മൾ 2 വിധത്തിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2ലും നമ്മളെ പുഡിങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ നട്ട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ വലിയ 2 പാത്രത്തിൽ ഒന്നിൽ ബൂസ്റ്റിൻ്റെ പുഡിങ്ങും ഒന്നിൽ ഇളനീർ പുഡിങ്ങാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ചെറിയ 2 പാത്രത്തിൽ ഇതുപോലെ തന്നെയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ മേലെ ഇട്ട് കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നട്ട്സ് ക്രഷ് ആക്കിയതാണ്, ചെറുതാക്കിയിട്ടാക്കിയത്. അത് എല്ലാത്തിലും ഒന്ന് മേലെ വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ ബൂസ്റ്റിൻ്റെ പുഡിങ്ങിൽ ബൂസ്റ്റിൻ്റെ ആ പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് മേലെ ഒന്നിങ്ങനെ വിതറി കൊടുക്കുക. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരു പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 വെറൈറ്റി പുഡിങ്ങാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.